ഹലോ എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ് മേരിയുടെ പുതിയൊരു ഗാർഡനിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ടല്ലോ, രാവിലെ തന്നെ ഞാൻ എൻ്റെ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. രാവിലെ ചായ കുടിച്ചതിൻ്റെ ടീ ബാഗുകളാണ് ഇതെല്ലാം ഞാൻ ഓരോ ചെടിയുടെയും ചോട്ടിക്കൊണ്ട് ഇടാറുണ്ട്. അതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടിടും. അങ്ങനെ കറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ പനിനീർ റോസിൽ ദേ ഇരിക്കുന്ന ഒരു ഭീകരൻ. ആ ഇല ഇപ്പം മറിച്ച് നോക്കുമ്പോഴത്തേക്കിനും കാണാൻ നിറച്ചു എന്തിൻ്റെയോ മുട്ട വിരിഞ്ഞിട്ട് പുഴുവായിട്ടിരിക്കുകയാണ്. എൻ്റെ ചെടികളെ നശിപ്പിക്കാനായിട്ട് അതിൻ്റെ മുന്നിൽ എന്ത് ഭീകരം വന്നാലും ഞാൻ അതിനെ നിഷ്കരണം കൊല്ലും. അപ്പം തന്നെ ഞാൻ അതിനെ മുറിച്ചെടുത്ത് കാലുകൊണ്ട് നന്നായിട്ട് ചവിട്ടിത്തേച്ച് കൊന്നു. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും അധികം പുന്നാരിപ്പിക്കപ്പെടുന്ന ഒരു റോസയാണ് എൻ്റെ ഈ പനിനീർ റോസ. അതിൻ്റെ കാരണം എന്നാന്ന് ഞാൻ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീഡിയോ എടുത്തിടുമ്പോൾ മനസ്സിലാകും. കാരണം ഈ റോസയിൽ വട്ട് പിടിക്കുന്ന പോലെ പൂവുണ്ടാകും. അടിപൊളി ഫ്രാഗ്രൻസുമാണ്, നല്ല പനിനീരിൻ്റെ മണമാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ ജെറേനിയംസ് ആണ്. ഇതെല്ലാം എനിക്ക് എൻ്റെ ചേച്ചി തന്നതാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ വീട്ടിലുണ്ടായ ജെറേനിയംസിൽ ആകെപ്പാടെ ഒരെണ്ണേ കിളത്തുള്ളൂ. പിന്നെ എൻ്റെ ചേച്ചി പാവമുണ്ട്, ഇത്തവണയെ എനിക്ക് ചെടിയാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തതെൻ്റെ റോസ് ഗാർഡൻ, ഞാൻ ചുമ്മാ പറയുന്നത് കേട്ടോ, അതായത് ഞങ്ങളുടെ ഫ്രണ്ട് ഗാർഡനിലേക്ക് പോകാം. അവിടെയാണ് കൂടുതൽ റോസസ് ഉള്ളത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. റോസിലൊക്കെ നിറച്ചും മുട്ടായിട്ടുണ്ട്, പൂവായി വരുന്നുണ്ട്. ഒരു 3-4 ദിവസത്തോടെ കഴിയുമ്പോൾ അതെല്ലാം നിറച്ചും പൂവാകും. പേണിയിലെ പൂവൊക്കെ കഴിയാറായി കേട്ടോ, കാരണം അത് ആ സീസൺ തുടങ്ങുമ്പോൾ തന്നെ പൂവുണ്ടായിട്ട് പിന്നെ അതങ്ങ് തീരും. അങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നട്ട എൻ്റെ ഒരു മത്തങ്ങ ചെടി കുറുക്കം മാന്തി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എനിക്കുണ്ടായ ദേഷ്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറുക്കൻ എൻ്റെ കൈ കിട്ടിയിരുന്ന ഞാൻ അതിനെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോക്സ് റിപ്പല്ലൻ്റ് ഒക്കെ വെച്ച് ഒരു വിധത്തിൽ ആ ചെടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആകുന്നവരെ എങ്ങനെയെങ്കിലും ഒക്കെ നോക്കുക എന്നുള്ളതാണ്. വേറൊരു മത്തങ്ങ ചെടിയും കൂടി ഉണ്ട്, അത് കുഴപ്പമില്ലാതെ നിപ്പുണ്ട്. പിന്നെ സങ്കടം മാറ്റാനായിട്ട് ഞാൻ ഓർത്ത് ചെടികൾക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കണം, കാരണം നല്ല സണ്ണി ഡേ ആണ്. അങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോൾ ദേ എൻ്റെ റോസിൽ ഒരു ഭീകരൻ ഇരുന്ന് അഴിഞ്ഞാടുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഹോസ് എടുത്തു, വാട്ടറിങ് ക്യാനൊക്കെ മാറ്റി വെച്ച് ഹോസ് കൊണ്ട് എല്ലാത്തിനും വെള്ളം നല്ല ചീറ്റിച്ച് കുളിപ്പിച്ച് പുഴുവിനെയും മുഞ്ഞേനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചു. പിന്നെ എൻ്റെ അടുത്ത ഉറ്റ കൂട്ടുകാരിയാണ് ഈ കാണുന്നത് കേട്ടോ, ലേഡി ബേർഡ് അഥവാ ലേഡി ബഗ്. ഇവിടെ പൊതുവെ പറയപ്പെടുന്നത് ഗാർഡനേഴ്സ് ഫ്രണ്ട് എന്നാണ്. കാരണം ഏഫിഡ്സ് അഥവാ മുഞ്ഞ, ഇതിനെതിരെ നല്ല എഫക്റ്റീവാണ് ഈ ലേഡി ബേർഡ്സ്. അങ്ങനെ എൻ്റെ ചെടികൾക്കൊക്കെ ഞാൻ ആവശ്യത്തിന് ദാഹം തീരെ വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ആഴ്ച മുന്നാന്ന് തോന്നുന്നു ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ നല്ല കട്ട ചുമല കളറിലെ സീനിയയുടെ തൈകൾ പാകിച്ചായിരുന്നു. അതെല്ലാം കിളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കൂടത്തെ ഞാനും പാകിയായിരുന്നു. ഇനി അതിനെ എവിടെയെങ്കിലും ഒക്കെ എനിക്ക് നടണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് നടാനായിട്ട് അത്ര വലിയ ഇടയൊന്നുമില്ല, കാരണം എല്ലാ ഗാർഡൻ ബെഡിലും നിറച്ചും തൈകളെല്ലാം നട്ടിട്ടുണ്ട്, നിറച്ചും പൂവാകും. അത് നല്ല സമ്മറായി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എല്ലാ കൊല്ലവും എനിക്ക് പറ്റുന്ന പരിപാടിയാണിത്. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ചെടികൾ വാങ്ങിക്കുവോ അല്ലെങ്കിൽ നട്ട് തൈ മുളപ്പിച്ചൊക്കെ ഉണ്ടാക്കി വെക്കും. കാരണം എനിക്ക് എന്തോ ക്രേസിനെസ് ആണ്. ഈ സമ്മറായി കഴിയുമ്പോൾ പിന്നെ എന്തോ വട്ട് പോലെയാണ്, അതുപോലെ ചെടികൾ നട്ടുണ്ടാക്കും ഞാൻ. എനിവേ, ഞാൻ ആ സീനിയനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. അത് കിളുത്ത് നല്ല പൂവുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നട്ടിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ ഗാർഡനിലെ വില്ലനാണ് ഒച്ച് അഥവാ സ്ലഗ്സ്. എൻ്റെ ദൈവമേ, ഇതുങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യം കുറുക്കനേലും കഷ്ടമാണെന്ന്. കുറുക്കനാണോ സ്ലഗാണോ അതോ ഇവർ തമ്മിൽ വാശിയും മത്സരം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നും. അതുപോലെയാണ്. കുറേ നാളായിട്ട് വലിയ ശല്യം ഇല്ലാതിരിക്കുമായിരുന്നു, വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു മുളകിൻ്റെ തൈ നട്ടതാണ്, അതിൻ്റെ തലയടക്കം ഒച്ചു വന്ന് വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഓർഗാനിക് ഷീപ്പ് സ്കിൻ പെല്ലറ്റ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അണുവായുധം ഇറക്കാൻ പറ്റത്തില്ല, ബ്ലൂ സ്ലഗ്സ് പെല്ലറ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. കാരണം എനിക്ക് അതുപോലെ കലിയാണ് വന്നത് എൻ്റെ മുളക് ചെടിയുടെ തല അറുത്തോണ്ട് പോയപ്പം. വേറെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനൊക്കെ തിന്നാനുണ്ടോ ഗാർഡനിൽ? എൻ്റെ ഈ തൈ തന്നെ തിന്നണോ? അങ്ങനെ ഇത് എന്തൊക്കെ കാര്യങ്ങൾ അതിജീവിച്ചാണെന്നറിയാവോ ഒരു ചെടി നട്ട് അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. എന്താണേലും സങ്കടം മാറ്റാനായിട്ട് ഞാൻ ഓർത്തു കട്ട് ഫ്ലവേഴ്സ് ഒക്കെ റിന്യൂ ചെയ്യാറായിട്ടിരിക്കുക. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ പൂക്കളുണ്ടല്ലോ, പോയി പറിച്ചേക്കാൻ ഓർത്തു. എനിവേ, ഞാൻ ഇത്തവണ പീണി പറിക്കുന്നില്ലെന്ന് ഓർത്തു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, 2 പേരും മത്സരിച്ച് തേനുണ്ണവും പൂമ്പൊടി ഉണ്ണവും ചെയ്യുക. അതാണ് ഞാൻ ഓർത്തു ഇനി പീണി പറിക്കണ്ട, അത് നിങ്ങൾക്ക് വിട്ടേക്കാന്ന് ഓർത്തു. ഈ ചെടി ഉണ്ടല്ലോ, ഇതെനിക്ക് എൻ്റെ ചേച്ചി തന്നതാണ്. ഇതും എനിക്ക് എൻ്റെ ചേച്ചി തന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ പട്ടത്തി കണകാമ്പരം പോലെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീട് നിറച്ചും കട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചു. ഇനി എന്നാ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഒരാളെ കാണിക്കാൻ മറന്നുപോയി. ആ കാണിച്ചതാണ് ഞങ്ങളുടെ വീട്ടിലെ ചീര. ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം പറമ്പ് നിറച്ചും ചീരയായിരുന്നു. ഇത്തവണ എന്താണോ കുറച്ച് ചീരയേ ഉള്ളൂ. ചീര എല്ലാ കൊല്ലം തന്നെ കിളുത്ത് വരുന്ന കാരണം ഞാൻ അരിയൊട്ട് പാകിയില്ലേ താനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. കൂടുതൽ ഗാർഡനിങ് വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.